സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇറാനിൽ നടക്കുന്ന പ്രതിഷേധ സമരങ്ങളാണ് ഈ ദിവസങ്ങളിൽ വാർത്തയിൽ വളരെ പ്രാധാന്യം നേടിയിട്ടുള്ള ഒരു വിഷയം. പ്രത്യേകിച്ചും ഇറാൻ വിഷയത്തിൽ ട്രംപിൻ്റെ പ്രസ്താവനകൾ, ഈ മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ ഒരു തൊപ്പിയൊക്കെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു സെനറ്ററിന് വേണ്ടി സൈൻ ചെയ്ത് കൊടുത്ത ഒരു ചിത്രം, അത് വളരെ അധികം വലിയൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. അതായത് ഇറാനിൽ ഉണ്ടാകുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തെ ട്രംപ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന ഒരു രാഷ്ട്രീയ സന്ദേശമാണ് ആ ഒരു ചിത്രം കൊടുക്കുന്ന. ചിത്രം, ആ ഒരു ഹാറ്റൊക്കെ കൈപിടിച്ച് നിൽക്കുന്ന ചിത്രം ഇപ്പം പരക്കെ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വെനസ്വേലൻ പ്രസിഡൻറ്റിനെ പൊക്കിയ ദിവസം തന്നെ അത് കൊടുത്തൊരു സൂചനയുണ്ട്. വെനസ്വേലയെ പോലെ തന്നെ ഇറാനിലും സംഭവിക്കും എന്ന ഒരു സൂചന, ഇറാനെ പിന്നെയും പഴയ മഹത്വത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ള ഒരു സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇറാനിൽ നടക്കുന്ന പ്രതിഷേധ സമരങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടെ ലോകരാജ്യങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ ഭരണകൂടം മാറും എന്നുള്ള ഒരു അഭിപ്രായം തന്നെ ഇപ്പോൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഇറാനിൽ നടക്കുന്ന പ്രതിഷേധ സമരങ്ങളെക്കാൾ അപ്പുറമായിട്ട് ഇറാനിൽ നിന്ന് വന്ന ഒരു വാർത്ത, അതായത് ഇറാനിലെ ക്രിസ്തീയ സഭയുടെ വളർച്ചയെക്കുറിച്ച് ഉള്ള ഒരു വാർത്തയാണ് ഇന്ന് പാഠഭേദത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുവാൻ വേണ്ടി കാരണമായി തീർന്നിട്ടുള്ളത്. ശക്തമായ ക്രിസ്തീയ സഭാ വളർച്ചയാണ് ഇറാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇറാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇറാൻ എലൈവ് മിനിസ്ട്രി എന്ന് പറയുന്ന ആ മിനിസ്ട്രിയുടെ സ്ഥാപകൻ, പ്രസിഡൻറ്റ് ഹോർമസ് ഷരിയത്ത്, അദ്ദേഹം കഴിഞ്ഞ ദിവസം CBN-നുമായി നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ താൻ പറവാനിടയായി തീർന്നു. അതായത് ഒരു സൈഡിൽ പ്രൊട്ടസ്റ്റും മതപീഡനമൊക്കെ ഇറാനിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ അതോടൊപ്പം തന്നെ ക്രിസ്തീയ സഭ അഭൂതപൂർവമായ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. 25 വർഷം മുൻപ് ഇറാനിൽ ഒരു ചെറിയ രീതിയിൽ ക്രിസ്തീയ സഭയുടെ വളർച്ച ഉണ്ടാകുവാൻ തുടങ്ങി. അതായത് വളരെ മന്ദഗതിയിലായിരുന്നു ആ കാലത്തൊക്കെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആളുകൾ വരുന്നത്. എന്നാൽ 25 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വളരെ ശീഘ്രമാകുന്ന ഒരു ചർച്ച് ഗ്രോത്ത് ഇറാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഈ പറഞ്ഞ ഇറാൻ ലൈവ് മിനിസ്ട്രിയുടെ ഫൗണ്ടർ ഹോർമസ് ഷരിയത്ത് കഴിഞ്ഞ ദിവസം തന്നെ CBN കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറവാനിടയായി തീർന്നു. ഇറാനിലെ ഒരു പുതിയ കാര്യമൊന്നുമല്ല ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ. അതായത് ഭരണകൂടത്തിന് എതിരെയുള്ള പ്രതിഷേധ സമരങ്ങൾ ഇത് പുതിയ കാര്യമൊന്നുമില്ല. 1970-കളിൽ ഷാ ഭരണകൂടത്തെ മാറ്റി ഒരു പുതിയ ഭരണ സംവിധാനവുമായി, അതായത് മതത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു പുതിയ ഭരണ സംവിധാനമൊക്കെ വന്ന ശേഷം 70-കളുടെ അവസാനം മുതൽ തന്നെ ഇറാനിൽ പല വിധത്തിലുള്ള പ്രതിഷേധ സമരങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രതിഷേധ സമരങ്ങളെയെല്ലാം ഇറാൻ ഭരണകൂടം അടിച്ചൊതുക്കുകയാണ് ചെയ്തത്. ഇപ്പോഴുള്ള ഈ പ്രതിഷേധ സമരം വ്യാപകമായിട്ട് ഇറാനിൽ നടക്കുന്ന വലിയ പ്രൊട്ടസ്റ്റുകൾ അതിനെയും ഇങ്ങനെ തന്നെ അടിച്ചൊതുക്കും എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. മുൻ സമരങ്ങളുടെ അവസ്ഥ പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളെ കൊന്ന് ഈ പറഞ്ഞ പ്രതിഷേധ സമരത്തെ അടിച്ചൊതുക്കും എന്നാണ് സാധാരണയായിട്ട് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ചിലരുടെ അഭിപ്രായം. അമേരിക്കയും മറ്റും ഇതിനകത്ത് ഇടപെട്ടിട്ട് പ്രതിഷേധക്കാർക്കെതിരെ വെടിവെക്കരുത് എന്നൊക്കെയുള്ള വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെ. പക്ഷേ ഇറാനിൽ എന്താണ് നടക്കുന്നതെന്ന് പുറം ലോകം അറിയുവാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ഇന്നലെ മുതൽ ഇറാനിൽ പൂർണ്ണമായിട്ടും ഇൻ്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ആർക്കും നെറ്റ് ആക്സസ് ഇല്ല. അവിടെ നിന്നൊരു വാർത്തയോ വീഡിയോയോ വെളിയിൽ വരുവാൻ സാധ്യതയില്ല. മാത്രമല്ല, പുറം ലോകം പറയുന്ന വാർത്തകൾ ഇറാൻ ജനതയ്ക്ക് കേൾക്കാനും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പൂർണ്ണമായിട്ടും ഇൻ്റർനെറ്റ് ഇന്നലെ മുതൽ ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ ഈ ഹോർമസ് ഷരിയത്ത് പറയുന്നത് പണ്ടുണ്ടായിരുന്ന പ്രൊട്ടസ്റ്റുകളെ പോലെയല്ല ഇപ്രാവശ്യം ഇറാനിൽ നടക്കുന്ന ഈ ഡിസംബർ മാസം മുതൽ തുടങ്ങിയ പ്രൊട്ടസ്റ്റ്, അത് വളരെ വ്യത്യസ്തമാണെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രൊട്ടസ്റ്റ് അടിച്ചൊതുക്കുവാൻ എളുപ്പമല്ല. അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് 2 കാരണങ്ങളാണ്. ഇന്ന് വരെ ഇറാനിൽ പല കാലഘട്ടങ്ങളിലായി നടന്ന പ്രതിഷേധ സമരങ്ങളൊക്കെ ഫ്രീഡത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളായിരുന്നു. അവർ ചോദിച്ചത് ഞങ്ങളുടെ അവകാശങ്ങൾ എവിടെ, ഞങ്ങളുടെ വോട്ടവകാശം എവിടെ, ഇത്തരം ചോദ്യങ്ങളാണ് ആ പ്രതിഷേധ സമരങ്ങളിൽ ഈ പറഞ്ഞ ആളുകൾ ചോദിച്ചത്. എന്നാൽ ഇപ്രാവശ്യത്തെ ചോദ്യം വോട്ടല്ല, ഫ്രീഡമല്ല. അവരാവശ്യപ്പെടുന്നത് ബ്രെഡും മെഡിസിനും അല്ലെങ്കിൽ റൊട്ടിയും മരുന്നുമാണ്. പട്ടിണിയാണ്
മെഡിസിൻ കിട്ടുന്നില്ല. രോഗികളായ ആളുകൾക്ക് മെഡിസിൻ വാങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇപ്പോൾ ഗത്യന്തരമില്ലാതെ തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. പണ്ടങ്ങനല്ല. പണ്ട് ഒരു ന്യൂനപക്ഷം ആളുകൾ, ചെറിയൊരു പ്രതിപക്ഷം, അവർ ഫ്രീഡത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ അതിനെ അടിച്ച് ഒതുക്കുവാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ ആളുകൾ പട്ടിണി കൊണ്ട് നട്ടം തിരിയുകയാണ്. എക്കണോമി പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നു. ഏത് വിപ്ലവത്തിൻ്റെയും വിത്തെന്ന് പറഞ്ഞാൽ വിശപ്പാണ്. മനുഷ്യൻ്റെ വിശപ്പ് അവന് സഹിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ അവൻ ഭരണകൂടങ്ങൾക്കെതിരെ നിൽക്കുമെന്ന ഒരു ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തിലെ ഈ പ്രതിഷേധ സമരത്തെ അടിച്ചൊതുക്കുവാൻ ഗവൺമെൻറ്റിന് എളുപ്പമല്ല എന്ന് ഈ പറഞ്ഞ ഹോർമസ് ഷെറിയത്ത് പറയുന്നു. രണ്ടാമത് അദ്ദേഹം പറയുന്ന ഒരു റീസൺ, പണ്ട് കാലത്ത് പ്രതിഷേധങ്ങളുണ്ടാകുമ്പോൾ ജനം ഒരു പക്ഷമായിരുന്നില്ല, അവർ പല അഭിപ്രായക്കാരായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ജനമെല്ലാം ഒറ്റക്കെട്ടായിരിക്കുന്നു. വലിയ ഒരു യൂണിറ്റി ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. അവർ മതമോ മറ്റ് അഭിപ്രായങ്ങളോ ഒക്കെ മറന്നിട്ട്, ഐഡിയോളജിയൊക്കെ മറന്നിട്ട്, ബ്രെഡിന് വേണ്ടി, മരുന്നിന് വേണ്ടി ഒന്നിച്ച് തകരുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ രോധനം ഒന്നിച്ചുയരുന്ന അവസ്ഥയാണ്. മാത്രമല്ല, ഈ ഇറാനിലെ പഴയ ഷാ ഭരണകൂടത്തിൻ്റെ കാലത്ത്, അന്ന് ആണല്ലോ ഈ വിപ്ലവമൊക്കെ ഉണ്ടായി, ഖൊമേനിയുടെ അധികാരമൊക്കെ ഇറാനിൽ വന്നത്, അല്ലെങ്കിൽ ഒരു മത ഭരണകൂടം ഇറാനിൽ വന്നത്. ആ സമയത്ത് ഈ ഷായുടെ മകൻ, ഭരണാധികാരിയായിരുന്ന അന്നത്തെ ഷായുടെ മകൻ റീസ പഹ്ലാവി, അദ്ദേഹം ക്രൗൺ പ്രിൻസാണ്, അടുത്ത അനന്തരാവകാശിയായിരുന്നു. അദ്ദേഹം അമേരിക്കയിലേക്ക് ഓടിപ്പോയി. അമേരിക്കയിൽ അദ്ദേഹം സുരക്ഷിതമായിട്ട് താമസിക്കുന്നുണ്ട്. അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇറാനിലെ ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം ഇടയ്ക്കൊക്കെ മെസ്സേജുകൾ അയക്കുകയും ആ മെസ്സേജുകൾ ഇറാനിലെ ജനത കേൾക്കുകയും ചെയ്യുമായിരുന്നു. ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് വരെ ഈ പഹ്ലാവിയുടെ മെസ്സേജൊന്നും ഇറാനിലെ ജനത ശ്രദ്ധിക്കത്തില്ലായിരുന്നു, അവരത് സ്വീകരിക്കത്തില്ലായിരുന്നു. ഈ പറഞ്ഞ ക്രൗൺ പ്രിൻസിനോട് വലിയ ആദരവോ മമതയോ ഒന്നും ഇറാനിലെ ജനതയ്ക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യം തിരിഞ്ഞു മറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഇറാനിലെ ജനത മുഴുവൻ ഈ പറഞ്ഞ റീസ പഹ്ലാവിയുടെ ആ ഒരു ലൈനിലേക്ക്, അദ്ദേഹത്തോട് അഭിപ്രായ സമന്വയമുള്ള ഒരു ലൈനിലേക്ക് വന്നിരിക്കുകയാണ്. അവർ പറയുന്നത്, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഈ പഴയ ഷാ ഭരണകൂടത്തിൻ്റെ അനന്തരാവകാശിയാകുന്ന റീസ പഹ്ലാവി അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന നിലയിലേക്ക്, എന്ന ചിന്തയിലേക്ക് ഇറാനിയൻ ജനത വന്നിരിക്കുന്നു. അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ഈ ജനത ഈ ക്രൗൺ പ്രിൻസസിൻ്റെ ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുകയാണ്. ഇൻ്റർനെറ്റ് മുഴുവൻ ബ്ലാക്ക് ഔട്ട് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം അതാണ്. ഈ റീസ പഹ്ലാവിയുടെ വീഡിയോകളോ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളോ ജനത്തെ തെരുവിലേക്ക് ഇറങ്ങുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. അത് ഇറാനിയൻ ജനതയിൽ എത്തരുത് എന്ന ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഇൻ്റർനെറ്റെല്ലാം ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്, ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. കാരണം റീസ പഹ്ലാവി ഈ അടുത്ത ദിവസങ്ങളിലും ജനത്തോട് പ്രതിഷേധിക്കുവാനുള്ള ആഹ്വാനങ്ങൾ നടത്തിയിരുന്നു. അത് ജനങ്ങളിലേക്ക് എത്താതിരിക്കുവാൻ ഇറാനിയൻ സർക്കാരും വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇടയ്ക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെട്ട, മതം മാത്രമല്ല ഏതൊക്കെ തരത്തിലുള്ള ഭ്രാന്തൻ ഐഡിയോളജി, അങ്ങനെയുള്ള സർവാധിപത്യമെന്ന് നമുക്ക് വിളിക്കാം. മതവും ചിലപ്പോൾ സർവാധിപത്യ സ്വഭാവം കാണിക്കും. മറ്റേ ചില പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങളും ഈ സർവാധിപത്യ സ്വഭാവം കാണിക്കും. സർവാധിപത്യ സ്വഭാവം കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലാതെ മറ്റാരും വേണ്ട, ഭരിക്കുകയാണെങ്കിൽ ഞങ്ങൾ മാത്രം മതി, ഞങ്ങളുടെ മതം ഭരിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി ഭരിക്കണം, പ്രതിപക്ഷം വേണ്ട എന്ന തരത്തിലുള്ള ഐഡിയോളജി, അത് ഭ്രാന്തൻ ഐഡിയോളജിയാണ്. അത്തരം ഐഡിയോളജിയിൽ സ്ഥാപിക്കപ്പെട്ട രാഷ്ട്രങ്ങളുടെയൊക്കെ തകർച്ച, പ്രത്യേകിച്ച് എക്കണോമിക്കലി ആ രാഷ്ട്രങ്ങളൊക്കെ തകർന്നു. ഇത് റഷ്യയുടെ സ്റ്റോറിയാണ്, ഇത് റുമേനിയയുടെ സ്റ്റോറിയാണ്, അങ്ങനെ ഇപ്പോഴത്തെ വെനിസുലയുടെയും സ്റ്റോറി അതുതന്നെയാണ്. ചരിത്രം പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ അകത്തുള്ള മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒരു ഇടുങ്ങിയ ചിന്ത മാറ്റിവെച്ചിട്ട് ലോക ചരിത്രത്തെ, സാമൂഹിക പാഠത്തെ ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യമാകും. ഇറാനിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇറാൻ പോലെ തന്നെ നമ്മുടെ അയൽരാജ്യമാകുന്ന പാകിസ്ഥാൻ, ഇന്ത്യയോടൊപ്പം തന്നെ സൃഷ്ടിക്കപ്പെട്ട രാഷ്ട്രമാണ് പാകിസ്ഥാൻ, പിന്നെ ബംഗ്ലാദേശ്. ഇവിടത്തെയൊക്കെയുള്ള പ്രശ്നം, ഇവിടെ മതമാണ് രാഷ്ട്രത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യ എന്ന രാഷ്ട്രം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായി ഇന്നും നിലനിൽക്കുന്നതിന് കാരണം ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ശക്തമായ ഭരണഘടനയാണ്. കഴിഞ്ഞ ദിവസം പ്രശാന്ത് ആചാര്യ എന്ന് പറയുന്ന ഒരു ഹിന്ദു ഒരു ഗുരു, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അദ്ദേഹം പറയുന്നത്, ഇന്ത്യയുടെ ഭരണഘടന പോലെ സുശക്തമായ ഏറ്റവും നല്ലൊരു ഭരണഘടന ലോകത്തിലെങ്ങുമില്ല.
ഇത് പ്രശാന്താചാര്യ പറഞ്ഞതാണ്. അതായത് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള ഒരു ഹിന്ദു ഒരു ഫിലോസഫർ, ഒരു ഗുരു, അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നു, ഈ പറഞ്ഞ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കോപ്പി ചെയ്തതല്ല, അത് ഇന്ത്യയുടെ മണ്ണിൽ നിന്നും ഇന്ത്യയുടെ യഥാർത്ഥ ഭൂമിയിൽ നിന്നും ഉത്പാദിക്കപ്പെട്ടതാണ്. അദ്ദേഹം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിനെ കുറിച്ച്, അതിനകത്ത് ഫ്രറ്റേണിറ്റി, സാഹോദര്യം, അതുപോലെ തന്നെ സമത്വം, ഇങ്ങനെയുള്ള ആശയങ്ങൾ ഈ പ്രശാന്ത് ആചാര്യ പറയുന്നത് ഇന്ത്യയിലെ വേദങ്ങളിൽ നിന്ന്, ഇന്ത്യയിലെ ഈ പറഞ്ഞ ഹിന്ദു സംസ്കാരത്തിൽ നിന്നൊക്കെ കടമെടുത്ത പദങ്ങളും ആശയങ്ങളും ഒക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ഒരു അടിസ്ഥാനമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ബാക്കി എല്ലാ രാഷ്ട്രങ്ങളുടെ ഭരണഘടനകളും അത് റീറൈറ്റിങ് ആവശ്യമായി വരുമ്പോൾ അങ്ങനെ പുനർവിചിന്തനത്തിൻ്റെ ഒരു ആവശ്യവുമില്ലാത്ത ശക്തമായ ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത്. ആ ഭരണഘടനയുടെ പവറാണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സർവാധിപത്യ പ്രസ്ഥാനങ്ങൾ, ആശയങ്ങൾ ഒക്കെ ഇന്ത്യയെ തകിടം മറിക്കുവാൻ ശ്രമിച്ചിട്ടും ഇന്ത്യ ഇന്നും ശക്തമായ ജനാധിപത്യ രാഷ്ട്രമായി പിടിച്ചു നിൽക്കുവാനുള്ള കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ പവറാണ്. നല്ല ഒരു ഭരണഘടന, അതായത് സിവിലൈസ്ഡ് സൊസൈറ്റി, വളർന്ന സമൂഹത്തിൻ്റെ ബൗദ്ധിക വളർച്ചയ്ക്കനുസരിച്ചുള്ള ഒരു ഭരണഘടന, അതായത് സാഹോദര്യത്തെ മുൻനിർത്തുന്ന, ഇക്വാലിറ്റിയെ മുൻനിർത്തുന്ന, മതേതര സ്വഭാവത്തെ മുൻനിർത്തുന്ന, സെക്യുലറിസത്തെ മുൻനിർത്തുന്ന ഒരു രാജ്യത്തിന് മാത്രമേ ഈ ആധുനിക കാലത്ത് നിലനിൽപ്പുള്ളൂ എന്ന് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ ഇറാനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇടയ്ക്ക് ഞാൻ ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തിയെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞുവെന്ന് മാത്രം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ പറഞ്ഞ ഇറാനിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു ആൻറ്റി ഗവൺമെൻറ്, അതായത് എക്കണോമി തകർന്നു പോയിരിക്കുന്നു, ജനം പട്ടിണിയിലായിരിക്കുന്നു, ജനം ഈ പറഞ്ഞ പഹ്ലാവിയെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആശയത്തിലേക്കായിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഡൊണാൾഡ് ട്രംപ് ഈ പഹ്ലാവിക്ക് അനുകൂലമല്ല. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും കഴിഞ്ഞ ദിവസം ഈ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഈ ക്രൗൺ പ്രിൻസിനോട് ഞാൻ സംസാരിക്കാനൊന്നും പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലെയിം, അതായത് അടുത്ത ഒരു ഭരണമാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അദ്ദേഹം ഭരണത്തിലെത്തണമെന്നുള്ള ക്ലെയിമിനെ ട്രംപ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇസ്രായേൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ട്രംപ് മറ്റെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സൂചനയുണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ പറഞ്ഞ ലോകരാഷ്ട്രങ്ങളൊക്കെ വളരെ കൗതുകത്തോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത്. ഈ പറഞ്ഞ ഇറാൻ അലൈവ് മിനിസ്ട്രിയുടെ സ്ഥാപകനോട് CBNകാരൊരു ചോദ്യം ചോദിച്ചു, ഇറാനിൽ ഇപ്പോൾ പെർസിക്യൂഷൻ എങ്ങനെയുണ്ട്? അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ വർഷം മുതൽ ശക്തമായ പെർസിക്യൂഷനാണ് ഇറാനിൽ നടക്കുന്നത്. സഭാ വളർച്ച ഉണ്ടാകുന്നതിനോട് ഒപ്പം തന്നെ ഈ പറഞ്ഞ ആളുകളുടെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആയിരക്കണക്കിന് പേരെ കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തു എന്നാണ് ഈ പറഞ്ഞ ഹോർമസ് തൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, ഏതാണ്ട് ഒരു ദിവസം 5 പേരെ വെച്ച് ഇറാനിൽ കഴിഞ്ഞ വർഷം എക്സിക്യൂട്ട് ചെയ്തു. ഒരു ദിവസം 5 പേരെ വെച്ച്. എത്ര വലിയൊരു സംഖ്യയാണെന്ന് മനസ്സിലാക്കണം. ഒരു ദിവസം 5 പേരെ വെച്ച് ക്രിസ്ത്യൻസിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വന്നു. അത്രയധികം ക്രിസ്തീയ വളർച്ച ഉണ്ടാകുന്നു, അത്രയധികം പെർസിക്യൂഷനും വർദ്ധിക്കുന്നു. ഇവിടെ വലിയൊരു കൺസേൺ ഈ ഹോർമസ് പറഞ്ഞത്, ഏതെങ്കിലും കാരണവശാൽ ഈ പ്രൊട്ടസ്റ്റ് പരാജയപ്പെടുകയാണ്, ഈ പറഞ്ഞ പ്രതിഷേധ സമരങ്ങൾ പരാജയപ്പെടുകയാണ്, ഇറാനിലെ ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യുകയാണ്, അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ, ഈ പ്രൊട്ടസ്റ്റിനെ അടിച്ചമർത്തിയാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു വലിയ മതപീഡയുടെ, ഇറാനിലെ ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു വലിയ മതപീഡയുടെ ഒരു വലിയ തിരമാല, ഒരു വലിയ വേവ് തന്നെ ഉണ്ടാകും എന്നാണ് ഇദ്ദേഹം ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിലെ ക്രിസ്ത്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഹോർമസ് പറയുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്, പ്രത്യേകിച്ചും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ ജനതയ്ക്ക് വിസ്ഡം കൊടുക്കണം. രാഷ്ട്രത്തിൻ്റെ ഭാവി നന്നാകണമെങ്കിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് ജനത തീരുമാനിക്കാൻ തക്കവണ്ണം ജനതയ്ക്ക് വിസ്ഡം കൊടുക്കണം. മൂഢന്മാരായ ജനങ്ങൾ മൂഢന്മാരായ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കും. എന്നാൽ ഭാവിയെക്കുറിച്ച് വിസ്ഡമുള്ള, ജ്ഞാനമുള്ള ജനങ്ങൾ അവരുടെ ദേശത്ത് ജ്ഞാനമുള്ള നല്ല ഭരണാധികാരികളെ തിരഞ്ഞെടുക്കും. അങ്ങനെ ഒരു പഴഞ്ചൊല്ല് തന്നെയില്ലേ, അതായത് ഈ മൂർഖന്മാരായ ഫൂളിഷായ ആളുകൾക്ക് അങ്ങനെ ഒരു ഭരണാധികാരിയെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഈ ദേശത്ത് ജനതയ്ക്ക് വിസ്ഡം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇറാനിൽ നടക്കുന്ന സംഭവങ്ങൾ, അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്താകുമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ
പറ്റുന്നില്ല. പക്ഷേ ഒരു ഭാഗത്ത് സഭ ശക്തമായി വളരുമ്പോൾ മറുഭാഗത്ത് പീഡനത്തിൻ്റെ സാധ്യതകൾ ഉയർന്നു വരുന്നു എന്നുള്ള ഒരു വാർത്തയും കൂടെ നാം കേൾക്കുന്നത് കൊണ്ട് ശക്തമായി ഇറാന് വേണ്ടി, ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ ദേശത്ത് സമാധാനമുള്ള, വിസ്ഡമുള്ള ഒരു ഭരണകൂടമുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ